സിറ്റിംഗ് എം പി ഇ.ടി. മുഹമ്മദ് ബഷീറിൽ നിന്ന് മലപ്പുറം എം പി അബ്ദുൾ സമദ് സമദാനിക്ക് മുസ്ലിം ലീഗ് സീറ്റ് വെച്ചുമാറിയ മണ്ഡലമാണ് പൊന്നാനി. ലീഗ് പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തെത്തിയ കെ.എസ്. ഹംസയാണ് LDFന്റെ മണ്ഡലത്തിലെ തുറുപ്പുചീട്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ BJP കളത്തിലിറക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നിവേദിതയാണ്. മനോരമ ഓൺലൈൻ വോട്ട് ഓൺ വീൽസ് ഇന്ന് എത്തി നിൽക്കുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ നിയമസഭാ മണ്ഡലമായ തൃത്താലയും മലപ്പുറം ജില്ലയുടെ ഭാഗമായ താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി. UDFനായി മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ വോട്ട് തേടുമ്പോൾ LDFനായി മത്സരരംഗത്തുള്ളത് മുൻ ലീഗ് നേതാവ് കെ.എസ്. ഹംസയാണ്. NDAക്കായി അഡ്വക്കേറ്റ് നിവേദിതയും ജനവിധി തേടുന്നു. ചരിത്രം പരിശോധിച്ചാൽ 1977 മുതൽ 2019 വരെ മുസ്ലിം ലീഗാണ് മണ്ഡലത്തിൽ വിജയിച്ചതെങ്കിലും മുൻകാലങ്ങളിൽ LDFനൊപ്പം നിന്ന ചരിത്രവും പൊന്നാനിക്കുണ്ട്. രാജ്യത്താകെ അലയടിച്ച മോദി തരംഗം പൊന്നാനിയിലെ ജനവിധി മാറ്റിയേക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF. ലീഗ് പാളയത്തിലെ വോട്ടുകൾ പോലും തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ LDFും പങ്കുവയ്ക്കുന്നു. വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് BJP പറയുന്നത്. അപരിചിതത്വം ഇല്ലാതെയാണ് മലപ്പുറത്തു നിന്നും പൊന്നാനിയിലെത്തുന്നതെന്ന് UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി. പുതിയ തലമുറ വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് UDFും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ വെറുപ്പ് ഉൽപാദക രാഷ്ട്രീയം ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നും അബ്ദുൾ സമദ് സമദാനി. നമ്മുടെ പാർട്ടി നേതൃത്വം, UDF നേതൃത്വം, അഭിവന്ദനായ തങ്ങൾ തീരുമാനിച്ച് നമ്മൾ ഇവിടെ മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ മലപ്പുറം നമ്മളെ നാടാണെങ്കിലും എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലവും എൻ്റെ വിദ്യാഭ്യാസം എല്ലാം നടന്നത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ സഞ്ചാരം എന്നതിനേക്കാൾ നാടിൻ്റെ ഹൃദയസ്നേഹത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഒക്കെ നമ്മളെ സ്വന്തക്കാർ ഒക്കെ ഇഷ്ടപ്പെട്ടവർ, കുട്ടിക്കാലം, പഴയ ക്ലാസ്മേറ്റ്സ്, ഗുരുജനങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരെയാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് വളരെ വലിയ ഒരു 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 ത്രില്ല് പോലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. രാഷ്ട്രീയത്തിനും അതീതമായ, എന്നാൽ രാഷ്ട്രീയത്തിൽ തന്നെ അന്തർലീനമായ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ, ഒരു ഹൃദയ സ്നേഹത്തിൻ്റെ, നമുക്കത് തന്നെ വേണ്ടത്. ഇപ്പോൾ ഈ രാജ്യത്ത് ഈ വെറുപ്പ് ഉൽപാദക അന്തരീക്ഷം ഉന്മൂലനം ചെയ്ത് ഒരു സ്നേഹത്തിൻ്റെ, മൈത്രിയുടെ, ബഹുസ്വരതയുടെ, പരസ്പര സഹകരണത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ വൈവിധ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പരസ്പരം മാനിക്കാം, ബഹുമാനിക്കാം, എങ്ങനെ ഒരു പീസ്ഫുൾ സോഷ്യൽ കോ എക്സിസ്റ്റൻസ്, അതാണല്ലോ ഇന്ത്യ എന്നും. അതാണ് ഇന്ത്യയുടെ ബഹുസ്വരത. അതിന് വലിയ പരിക്ക് ഏൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പുനർനിർമ്മിക്കാനും സാക്ഷാത്കരിക്കാനുള്ള നമ്മുടെ ജനങ്ങളുടെ ഒരു അത്യാവേശവും നിശ്ചയദാർഢ്യമാണ്. ലീഗിലെ സൗഹൃദം ഇത്തവണ LDFന് വോട്ടായി മാറുമെന്ന് കെ.എസ്. ഹംസ. ലീഗിൽ നിരവധി അസംതൃപ്തരുണ്ട്. ലീഗിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻ MP ഇല്ല എന്നത് എത്രയോ ദൗർഭാഗ്യകരമാണ്. ലീഗിന്റെ നേതൃത്വം ഒരു കച്ചവട സംഘമാണ്, കെ.എസ്. ഹംസ പറയുന്നു. മലപ്പുറത്തുകാർ സമദാനിയെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇ.ടി. മുഹമ്മദ് ബഷീറിനെ പൊന്നാനിയിൽ നിന്നും മാറ്റിയത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ, എൻ്റെ വ്യാപകമായ ഒരു ഫ്രണ്ട്സ് ലിസ്റ്റ് തന്നെ എനിക്ക് ലീഗിലുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ പോസ്റ്റുകളിലും ഇരുന്ന ആളാണ്. എന്നെ ജില്ലാ പ്രസിഡൻ്റായിട്ടുണ്ട്, അത് താഴോട്ടൊക്കെ ഉണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ട്, പ്രസിഡൻ്റായിട്ടുണ്ട്. പഞ്ചായത്ത്, മണ്ഡലം, നിയോജകമണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി വരെ എത്തി. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിപുലമായ ഒരു ബന്ധം ആ പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയിൽ ഒരുപാട് അസംതൃപ്തരുണ്ട്. പ്രധാനമായും ഇത്തവണയെങ്കിലും ഒരു ചെറുപ്പക്കാരൊരു സീറ്റ് കൊടുക്കുമെന്ന് ആ പാർട്ടിയിലെ ചെറുപ്പക്കാർ ആഗ്രഹിച്ചിരുന്നു. അല്ല, അവരോട് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് അടുത്ത തവണ നിങ്ങൾക്കാണ്. അത് പിന്നെ അതിന് മുമ്പത്തെ തവണയും പറഞ്ഞതാണെന്ന് വിചാരിക്കാം. എന്നാൽ കഴിഞ്ഞ തവണ വിശ്വസിപ്പിച്ചിരുന്നു എന്തായാലും കിട്ടുമെന്നുള്ളത്. ഇത്തവണ അവർ വിശ്വസിക്കുകയും ചെയ്തു. കാരണം ഇവരൊക്കെ 10, 20, 30 കൊല്ലം ഇങ്ങനെ തുടരുകയല്ലേ ഓരോ ഭാഗത്ത്. ഈ പാർട്ടിയിൽ ഒരു മുൻ MP ഇല്ലല്ലോ. മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയിൽ മുൻ MP ഇല്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. മുൻ MP ഇല്ല, മുൻ MLA മാരും ഇല്ലെന്ന് പറയാം. 2-3 ആളുകൾ സുഖമില്ലാതെ കിടക്കുന്ന അത്രേ ആളുള്ളൂ. അതല്ലെങ്കിൽ മുൻ MLA മാർ ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അവർക്കൊക്കെ ക്ലെയിമാണ് ഉന്നയിക്കുന്നത്.
ഇക്കൊല്ലം MP ആണല്ലോ, അടുത്ത കൊല്ലം സ്റ്റാൻഡിങ് MP എന്നുള്ള ക്ലെയിം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റാൻഡിങ് MP ഉണ്ട്, ആ ക്ലെയിം ഇതോടുകൂടി പോകണം. അതാണ് യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ, ലീഗിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഈ ക്ലെയിം ഒന്ന് കളഞ്ഞെടുക്കണം. പാർട്ടിയുടെ അവർക്ക് വിരോധമൊന്നുമല്ല, പാർട്ടിയുടെ നേതൃത്വം ഒരു പ്രത്യേക ഒരു കച്ചവട സംഘമായിട്ട് മാറിയിട്ടുണ്ട്. അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവരൊന്നും വെറുപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതിനൊക്കെ പിന്നെ കുറേ കഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളുകൾ, വെറും യൂത്ത് ലീഗ് മാത്രമല്ല, കുറച്ച് മുതിർന്നവർ വരേക്ക് ആഗ്രഹിക്കുന്നത് ഈ കുത്തകയൊന്ന് പൊളിക്കണം, എന്നതിന് ശേഷം പാർട്ടി പിന്നീട് നന്നാക്കിയെടുക്കാം. ഒരു ബോധോദയം, ഇതൊരു ഐ ഓപ്പണർ ആയി വരും എന്നാണ് അവർ വിചാരിക്കുന്നത്. എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഞാൻ അവരോടൊന്നും വിരോധമുള്ളതല്ല, ഞാൻ ആ പാർട്ടി ഒഴിവാക്കിയതുമല്ല. ആ പാർട്ടിയിലെ മൂല്യച്യുതിക്കെതിരെ, അഴിമതിക്കെതിരെ, ആ പാർട്ടിയുടെ വഴിവിട്ട പോക്കിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് എന്നെ മാറ്റി നിർത്തിയതാണ്. എന്നെപ്പോലെ പ്രതികരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ആ പ്രതികരണ ശേഷിയുള്ള ആളുകളെ വാക്കിന്നൂറ്റം പേറുമ്പും പരിചയപ്പെട്ടൊരു നാക്കോ, കുലവില്ലും ഞാണു വലിച്ചു തഴമ്പിച്ചൊരു പെരുവിരലോ എന്ന് കരുവള്ളൂർ പറയും എന്നതുപോലെ, അങ്ങനെ ഈ പ്രതികരിക്കുന്ന നാക്കൊക്കെ പിഴുതെറിയാൻ ഉള്ള ശ്രമം വന്നു കഴിഞ്ഞാൽ പാർട്ടിയിൽ ശുദ്ധീകരണം നടക്കില്ലല്ലോ. അപ്പോൾ പാർട്ടിയിൽ ശുദ്ധീകരണം നടക്കണമെങ്കിൽ പ്രതികരണ ശേഷിയുള്ളവർ അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിന് പാർട്ടിയിൽ ഇപ്പോഴത്തെ നയത്തെ എതിർക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പ്രതികരണ ശേഷിയുള്ളവരുണ്ടാവാനും അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് ഈ സാധാരണ ലീഗിനെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. എനിക്ക് വോട്ട് ചെയ്താൽ ഇവരെ കണ്ണു തുറപ്പിക്കും. ഇനിയും പ്രതികരിക്കുന്നവരെ പിഴുതെറിയാൻ നോക്കണ്ട, വാക്കിന് ഊറ്റമുള്ള നാക്കുകളെ പിഴുതെടുക്കാൻ നോക്കണ്ട എന്നൊരു മെസ്സേജ് പാർട്ടിക്കാർ ലീഗ് നേതൃത്വത്തിന് കൊടുക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം. പൊന്നാനി ലീഗിന്റെ കുത്തക മണ്ഡലമാണെന്ന വിശ്വാസമൊന്നും ഇപ്പോൾ ജനങ്ങൾക്കില്ലെന്ന് അഡ്വക്കേറ്റ് നിവേദിത. മലപ്പുറം MP അബ്ദുസമദ് സമദാനിയും പൊന്നാനി MP ET മുഹമ്മദ് ബഷീറും ലഭിച്ച MP ഫണ്ടിൽ ഭൂരിഭാഗവും ചെലവഴിക്കാത്തവരാണെന്നും നിവേദിത ആരോപിച്ചു. ലീഗിന്റെ കുത്തക മണ്ഡലം എന്നാണ് പൊന്നാനിയെ അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ചിന്തിക്കില്ല. കാരണം വികസനത്തിന്റെ ഒരു മുരടിപ്പ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നിരവധി പേര് ഇവിടുത്തെ നിവാസികളായിട്ടുണ്ട്, വോട്ടർമാരായിട്ട് ഇവിടെയുണ്ട്. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാളിതുവരെയും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു അവകാശത്തിൻ്റെയും ഒരു തുകയും ലഭ്യമായിട്ടില്ലായിരുന്നു അതിനു മുമ്പ് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഈ കുത്തകയ്ക്കൊന്നും ഇന്ന് ഒരു തരത്തിലും അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിവേചനമില്ലാത്ത വികസനമാണ് മോദി സർക്കാർ നടത്തിയത്. മതത്തിനതീതമായി ചിന്തിക്കുന്നവർ ദേശീയതയ്ക്കൊപ്പം നിന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഒരു വിവേചനവും ഇല്ലാതെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ വിവേചനമില്ലാതെ ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും അർഹിക്കുന്ന അവകാശങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവേചനമില്ലാത്ത വികസനത്തിലേക്ക് ജനങ്ങൾ ഇന്ന് ആകർഷിച്ച് അവരെ ആകർഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വികസനം വേണം, സമഗ്രമായിട്ടുള്ള വികസനം വേണം, അതിൽ ഒരു വേർതിരിവും ഉണ്ടാവരുത് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. ജനങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ ആരാണ് വികസനം കൊണ്ടുവരുന്നത്, ആരാണ് അഴിമതി രഹിത ഭരണം നടത്തുന്നത്, ആരാണ് പാർലമെന്റിലേക്ക് അയച്ചാൽ MP ഫണ്ടെങ്കിലും കൃത്യമായിട്ട് വിനിയോഗിക്കുന്നത്, അത് നോക്കി ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പൊന്നാനിയിലെ ജനവിധി ആർക്കൊപ്പമാണെന്നത് സംബന്ധിച്ച് വോട്ടർമാർക്ക് പറയാനുള്ളത് ഇതാണ്. ആര് ജയിക്കുന്നത്? UDF ആയിരിക്കും. സമാധാനം തീർച്ചയായും KSMC ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ LDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സമാധാനം ജയിക്കുന്നത്. സെക്കുലറിസം വേണം, അതാണ് പ്രധാനം. ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം, അതാണ് അത്യാവശ്യം. അവർ ജയിക്കും. KSMC ജയിക്കുമല്ലോ, എന്താ സംശയം? മുസ്ലിം ലീഗിൻ്റെ MP കാലങ്ങളായിട്ട് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വികസനവും ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. UDF വരിക എന്നല്ലാതെ മറ്റു വികസന കാര്യത്തിൽ അവർ ഒരു ശ്രദ്ധയുമില്ല. അംസ ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഈ അംസ എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്, മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്യും, മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും, ഒരു അട്ടിമറി വിജയം ഉണ്ടാവും.
ഭാരതീയ ജനതാ പാർട്ടി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായിട്ട് മുന്നേറ്റം നടത്തും. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആത്മവിശ്വാസം ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. അതൊക്കെ വരും പോലെ വരട്ടെ. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇലക്ഷൻ അല്ലേ, നമുക്കത് തീർത്തും പറയാൻ പറ്റൂലല്ലോ. എങ്ങനെയാണ് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്നൊന്നും. പൊന്നാനിയിൽ ഡെഫിനറ്റ്ലി ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി ജയിക്കും, ഒരു തർക്കമില്ല. പിന്നെ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഇതിനാരും കാണുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതീക്ഷയായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയുടെ കൈകൾക്ക് ശക്തി പകരും എന്നാണ് ഉറച്ച പ്രതീക്ഷ. ഇപ്പോൾ ഇവിടെ ലീഗിൻ്റെ സീറ്റാണ്, ഇതുവരെ അവരെ ജയിച്ചിട്ടുള്ളൂ. ജയിക്കാൻ ഞങ്ങൾ ഉദ്ദേശം ജയിക്കണം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. ജയിച്ചുകൊണ്ട് പോകണ മറ്റേ UDF ആൾക്കാരാണെന്ന് മാത്രം. പൊന്നാനിയിൽ ഇത്തവണ പുതുചരിത്രം പിറക്കുമോ? കാത്തിരുന്നു കാണാം.